മറ്റൊരു വാർത്തയിലേക്ക്. പി ജയരാജൻ വധശ്രമ കേസിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി 7 പ്രതികളെ വെറുതെ വിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ നടപടി. ഇതിൻ്റെയും വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാലാണ് നൽകുന്നത്. അമൽനാഥ്, നേരത്തെ തന്നെ സംസ്ഥാനം അപ്പീലുമായി പോകും എന്ന് പറഞ്ഞതാണ്. പി ജയരാജൻ തനിക്ക് നീതി ലഭിച്ചില്ല എന്ന് പരാതിപ്പെട്ടതാണ് പരസ്യമായി. ഓണ ദിവസമായിരുന്നു ആ മനുഷ്യനെ ക്രൂരമായി വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. അത് ഇന്നും രാഷ്ട്രീയ പദങ്ങളിൽ ഓർമ്മയിലുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നടപടികളായി സംസ്ഥാന സർക്കാർ നീങ്ങുന്നത്? അജിംഷാദ്, രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരു കേസാണ് പി ജയരാജന്റെ വധശ്രമ കേസ്. 1999 തിരുവോണ ദിവസമാണ് പി ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുവാനുള്ള ഈ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഇതിന്റെ ഉത്തരവ് ഹൈക്കോടതി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. 8 പ്രതികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിൽ 7 പേരെയും വെറുതെ വിടുന്ന ഒരു ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. 2ാം പ്രതി പ്രശാന്തിനെ മാത്രമാണ് ഹൈക്കോടതി കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോടതി പ്രധാനമായും പറഞ്ഞത് തെളിവുകളുടെ അഭാവമില്ല എന്ന ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ 8 പ്രതികളിൽ 7 പേരെയും വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാർ അടക്കം പറയുന്നത് മതിയായ തെളിവുകൾ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയാണ് ഈ അപ്പീൽ നൽകിയിട്ടുള്ളത്. ഈ നിലവിൽ ഇപ്പോൾ അപ്പീലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശക്തമായ തെളിവുകൾ ഇല്ലാത്തതിനാലാണ് ഈ കോടതി ഈ 8 പ്രതികളിൽ 7 പേരെയും വെറുതെ വിട്ടത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇതും നടപടിയുമായി, അതായത് അപ്പീലുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സംസ്ഥാന സർക്കാർ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പി ജയരാജൻ വധശ്രമ കേസിൽ 7 പ്രതികളെ ഹൈക്കോടതി, RSSകാരായ 7 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം. ഇതിൻ്റെ വിശദാംശങ്ങളാണ് അമൽനാഥ് പാടിച്ചാൽ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.